ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിനെ തകർക്കാൻ, ഗീതുവിൻ്റെയും കിഷോറിൻ്റെയും ജീവിതം തകർക്കാനായിട്ട് ഇല്ലാത്ത കഥകളൊക്കെ മെനഞ്ഞ ഒരു വലിയ ഡയലോഗിനെ കുഞ്ഞ് ഡയലോഗാക്കി ചുരുക്കി അങ്ങനെ ഗീതുവും കിച്ചുവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവർണികയെയും അതുപോലെ തന്നെ ഗോവിന്ദനെയും പറഞ്ഞു ഫലിപ്പിക്കാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകളൊക്കെ സ്വന്തം അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഈ പറയണ കിഷോർ. അതൊക്കെ കേട്ടപ്പം നീ ഒരു ഭയങ്കര തലയുള്ളവൻ തന്നെയാണടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗും കാര്യങ്ങളും ഒക്കെ അച്ഛൻ്റെ വക. അപ്പം ഇത് എങ്ങനെ നിന്റെ ഭാര്യയെ അറിയിക്കും? നിന്റെ ഭാര്യ അത് കേട്ടാൽ വിശ്വസിക്കുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഭാര്യയെ വിശ്വസിപ്പിക്കാനുള്ള ആയുധമൊക്കെ താൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് കിഷോർ പറഞ്ഞു. എന്നിട്ട് കിഷോർ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. നാളത്തെയും ചേർന്ന് ഉള്ള ദിവസങ്ങളിൽ ഇനിയിപ്പോൾ എൻ്റെയും ഗീതുവിൻ്റെയും ജീവിതം തകർന്ന് തരിപ്പണമാകും, 2 കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും വലിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് അച്ഛനെന്ന് പറയുന്ന ഭദ്രൻ ചേട്ടൻ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിഷോർ നേരെ രാധികയെ വിളിക്കുക. രാധികയെ വിളിച്ചിട്ട് ഈ മെസ്സേജ് കൈമാറിയിട്ട് അതിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കൈമാറി. അത് രണ്ടും കൈമാറി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്തു തീർത്തിട്ടുണ്ടെന്നും ഇനി അങ്ങോട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങൾ വേണം എല്ലാം റെഡിയാക്കാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ രാധികയോട് പറയുന്നു. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ തല്ലിക്കണം. അതുപോലെ അവർണിക ഈ കാര്യങ്ങൾ വിശ്വസിക്കണം. അവർണിക ഈ കാര്യങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവരിവിടെ പറഞ്ഞു. അങ്ങനെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം സെറ്റാക്കാമെന്നും പറഞ്ഞുകൊണ്ട് രാധികയും മകനും കൂടെ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴോ ഈ ഓഡിയോ ക്ലിപ്പ് ഇവർ രണ്ടുപേരും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു കിഷോറിൻ്റെ ബ്രില്യൻസിനെ കുറിച്ച് ഓർത്ത് ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഞെട്ടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ഞെട്ടലെന്ന് തന്നെ പറയാം. കാരണം കിഷോർ ഇത്രയും വലിയൊരു ഡയലോഗിനെ ഇത്രയും ചുരുക്കി ഇത്രയും സെറ്റപ്പിലേക്ക് ആക്കിയതേ. അപ്പോൾ ഈ ഒരു ഡയലോഗുകൾ കേട്ടാൽ തീർച്ചയായിട്ടും ഗോവിന്ദേട്ടൻ ഗീതുവിനെ സംശയിച്ചു തുടങ്ങും. അവരുടെ ജീവിതം ഫ്ലോപ്പാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നു 2 പേരും കൂടി. ഇത് മാത്രം മതി, ഗീതു എന്ന് പറയുന്ന നന്മ മരത്തിനെ വെട്ടി വീഴ്ത്താൻ ഇത് മാത്രം മതി എന്ന് ഇവർ 2 പേരും കൂടെ പറയാം. എന്തായാലും ഇനിയിപ്പോൾ സമയം കളയാതെ വേഗം തന്നെ അവർണികയെ വിളിക്കണമെന്നും അവർണികയെ വിളിച്ച് അവർണികയുമായി സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണു. അങ്ങനെ ഫോൺ എടുത്തു, നേരെ അവർണികയുടെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ പതിവില്ലാതെ രാധികയുടെ കോള് ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്കും എന്തായിരിക്കും കാര്യം എന്നിങ്ങനെ ആലോചിച്ച് നമ്മുടെ അവർണിക ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ അവർണികയാണെങ്കിൽ കോൾ എടുത്തു. ഹലോ മാം, എന്തായിരുന്നു മാം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്ക് അവർണികയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അത് മാത്രമല്ല ഞാനിപ്പോൾ അവർണികയെ വിളിച്ചതോ നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയോ ഒരിക്കലും ഗോവിന്ദനോ ഗീതുവോ ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ അവരറിയാതെ വേണം നമുക്ക് പരസ്പരം കാണാനായിട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അവർണികയോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് അവർണിക അറിയേണ്ട കാര്യമാണെന്നും അല്ലെങ്കിൽ നമ്മൾ 2 പേരും ചീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഈ കുടുംബത്തിലുള്ളവരും എല്ലാവരുടെയും മുന്നിൽ നാണം കെടേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുപോലൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അവർണികയുടെ കാര്യവും അതുപോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ഗോവിന്ദനും അല്ലെങ്കിൽ കിഷോറോ ഈ പറയുന്ന ഗീതു ഇവരാരും അറിയരുത് നമ്മളുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അറിയില്ല. അപ്പോൾ എവിടെയാണ് കാണേണ്ടത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വരാമെന്നൊക്കെ സമ്മതിച്ചു. അങ്ങനെ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അമ്മയും മോനും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഗീതുവിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും ജീവിതം തകർന്നു. അതുപോലെ തന്നെ കിച്ചുവിൻ്റെയും ജീവിതം തകരുമല്ലോ. അപ്പം കിച്ചുവിൻ്റെ ജീവിതം തകർത്തുകൊണ്ട് ഇവനെന്തിനാ ഈ പണി കാണിക്കുന്നതെന്ന് വരുൺ ചോദിച്ചു. അതിപ്പോൾ എന്തു ആയിക്കൊള്ളട്ടെ, നമ്മൾ കൊടുക്കുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, എന്തു ആയിക്കോട്ടെ, അതങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ, നമുക്കെന്താ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയും മോനും കൂടെ പറയണം. അങ്ങനെ ഇവർ 2 പേരും കൂടെ ആ തീരുമാനത്തിൽ അവിടെ നിൽക്കുന്നു, സംസാരത്തിൽ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് അവർണികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് എന്നോട് പറയാനുള്ളത് എന്നുള്ള ആലോചനയിൽ നിൽക്കുക. കാരണം അവർണികയെ വിളിച്ചു വരുത്തി ഒന്നും പറയേണ്ടതായ ഒരു ആവശ്യം ഇവർക്ക് വരുന്നില്ല. പക്ഷേ എന്തോ ഇവർ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരത് പറയുന്നത്. അപ്പോൾ എന്തോ ഒന്നുണ്ട്, അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ആലോചിച്ച് ഇവരിങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നു. ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ രഞ്ജുവിൻ്റെ പേരും പറഞ്ഞ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് കാഞ്ചന. അവിടെ ചെന്ന് കാഞ്ചനയാണെങ്കിൽ ഗോവിന്ദനെ മയക്കിയെടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയണു. അതായത് ഈ രഞ്ജു ആണെങ്കിൽ ഇതിന് മുന്നേ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഇവർ തമ്മിലുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ മനസ്സിലേക്ക് തീക്കനലുകൾ ഇങ്ങനെ കോരിയിട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇതൊക്കെ കേൾക്കും തോറും ഗീതുവിൻ്റെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം ഗോവിന്ദനെ കൈവിട്ട് പോകുമെന്നുള്ളൊരിത്. അപ്പോൾ ഈ കാഞ്ചന പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും ഗീതുവിന് അറിയില്ല. പക്ഷേ കാഞ്ചന പറയുന്ന കാര്യങ്ങളെല്ലാം
ഗീതു അങ്ങനെ തന്നെ അതങ്ങ് വിശ്വസിക്കുവാണ്. പാവം ഗീതുവിൻ്റെ പിന്നിൽ വരുന്ന ഈ ചതിയും കെണികളും ഒന്നും മനസ്സിലാക്കാതെ ഗോവിന്ദനെ തൻ്റേത് മാത്രമാക്കാനുള്ള പരിശ്രമത്തിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുക. അപ്പം ഈ രഞ്ജു എന്ന് പറയുന്ന ആള് എന്താണെന്നോ ഏതാണെന്നോ ഒക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയുടെ പുറത്താണ് ഈ കാഞ്ചനയുമായിട്ട് സംസാരിക്കുന്നത്. അപ്പം രഞ്ജു ആരാണെന്നും രഞ്ജു കൂടയിലിരിക്കുന്ന ഒരു പാമ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ രഞ്ജു ഇങ്ങനെ ഗീതുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഗീതുവിൻ്റെ തല പെരുക്കുക. ആദ്യമൊക്കെ ഈ കാഞ്ചന പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ശരിയാണെന്ന് ഗീതു വിശ്വസിച്ചു. പക്ഷെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാഞ്ചനയുടെ നാവിലെ പൊട്ടത്തരങ്ങൾ കാഞ്ചനയായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് മനസ്സിലായി ഇത് ഭൂലോക ഉഡായിപ്പാണ്, കാഞ്ചന ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്നതാണെന്ന്. എന്തായാലും കാഞ്ചനയ്ക്ക് പണി കിട്ടി. കാഞ്ചനക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു കാഞ്ചനയ്ക്ക് 2 വർത്തമാനം ശരിക്കും കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ കിഷോർ ലഗാനും ഇല്ലാതെ വീട്ടിലേക്ക് ചെന്ന് കയറും. അപ്പോൾ അപർണിക ഈ കിഷോറിനെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കിഷോർ ചെയ്യുന്നതും എടുക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കയറി വന്നപ്പോഴാണെങ്കിലും ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കയറി വരുന്നത്. അപ്പം അങ്ങനെ കിഷോർ കയറി വന്നപ്പോൾ നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപർണിക ചോദിച്ചു. ഈ ഫോമിലുള്ള വരവ് കണ്ടാൽ തന്നെ അറിയാം നീ എവിടെയായിരുന്നു എന്ന്. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ വന്നില്ലേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, എനിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ അപർണികയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കിച്ചു. ആ സമയത്ത് നമ്മുടെ അപർണിക പിന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് നാളെ അവർ പറയാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഓർത്തിട്ടാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് അപർണികയുടെ മുന്നിൽ. എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ എനിക്കൊന്ന് ഫ്രഷ് ആവണം, എനിക്ക് കിടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോണു. അപർണിക അന്നേരം ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. ഈ സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിൽ ഈ ഒരു കാഞ്ചനയുമായിട്ടുള്ള സംസാരം കഴിഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മയും മോനും കൂടി ഇങ്ങനെ ഗീതുവിനെ ശ്രദ്ധിക്കുക. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഗീതു ഇന്നിപ്പോൾ ഇതിലേക്ക് നടക്കും, പക്ഷേ ഈ ഒരു നടപ്പും കാര്യങ്ങളൊന്നും നാളെ തൊട്ട് ഗീതുവിന് ഉണ്ടാവില്ല. കാരണം ഗീതുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകും. ഗീതു ഏറ്റവും വലിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്ന അപർണിക തന്നെ ഗീതുവിൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴിയും ഉണ്ടാക്കിക്കോളും. പിന്നെ നമ്മൾ ഹാപ്പി ആകും തുടങ്ങിയ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അമ്മയും മോനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. തനിക്കെതിരെ വരുന്ന വജ്രായുധം എന്താണെന്ന് അറിയാതെ നമ്മുടെ ഗീതു ഭയങ്കരമായിട്ടിങ്ങനെ കണ്ണേട്ടൻ എന്നുള്ളൊരു ചിന്തയോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടിപൊളി കഥകളും കഥാവിശേഷങ്ങളും ഒക്കെ ആയി കാണാം. എല്ലാവർക്കും നന്ദി. ടാറ്റ, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.